Can you make mutton biryani before Eid? Why not? മട്ടൺ മാരിനേറ്റ് ചെയ്യാനായിട്ട് ഉപ്പ്, കാശ്മീരി മുളക് പൊടി, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, തൈര് ഒരു 45 മിനിറ്റ്സ് മാരിനേറ്റ് ചെയ്ത് മാറ്റി വയ്ക്കാം. 3 സ്ലൈസ്ഡ് ഓണിയൻസ്, 2 ഗ്രീൻ ചില്ലി സ്ലിറ്റ് ചെയ്തത്, പിന്നെ ഫൈനായിട്ട് ചോപ്പ് ചെയ്ത മിൻറ്റ് ആൻഡ് കൊറിയാൻഡർ ലീഫ് ഇത് സൈഡിൽ മാറ്റി വെച്ചിട്ട് 400 ഗ്രാം ബാസ്മതി റൈസ് 3 പ്രാവശ്യം വാഷ് ചെയ്ത് ഹാഫ് ആൻ അവർ സോക്ക് ചെയ്ത് വെക്കണം. ഹോൾ സ്പൈസസ് ഡ്രൈ റോസ്റ്റ് ചെയ്തിട്ട് പൗഡർ ചെയ്ത് മാറ്റി വയ്ക്കാം. ഓയിൽ, ഗീ രണ്ടും ചൂടായി വരുമ്പോഴത്തേക്ക് ഹോൾ ഗരം മസാല, സ്ലൈസ് ചെയ്ത് വെച്ച ഓണിയൻ ജസ്റ്റ് ഒന്ന് സോട്ട് ചെയ്തെടുക്കാം. അതിനുശേഷം സെറ്റ് ചെയ്ത് വെച്ച് ഗ്രീൻ ചില്ലി ഒന്ന് വൈൻഡ് വരുമ്പോഴത്തേക്ക് നല്ല രീതിയിൽ ഗോൾഡൻ കളർ ആവണം ഓണിയൻ. അതിനുശേഷം ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് 2 ടേബിൾ സ്പൂൺ ഇടുന്നുണ്ട്. ഇതിൻ്റെ പച്ച സ്മെല്ല് പോകുന്നവർ ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കാം. അതിനുശേഷം കാശ്മീരി മുളക് പൊടി 1 ടേബിൾ സ്പൂൺ ഇടുന്നുണ്ട്. ഈ സ്പൈസിന് വേണ്ടിയാണിത്. ജസ്റ്റ് ഒന്ന് പച്ചമണം പോയതിന് ശേഷം നമുക്ക് ചോപ്പ് ചെയ്ത് വെച്ച മിൻറ്റ്, കൊറിയാൻഡർ, ഹാഫ് കപ്പ് തൈര് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ നമുക്ക് സോൾട്ട് ഇട്ട് സീസണിങ് ഒന്ന് ബാലൻസ് ചെയ്യാം. അതിനുശേഷം നമുക്ക് മാരിനേറ്റ് ചെയ്ത് വെച്ച മട്ടൺ ഇതിനകത്തിട്ടിട്ട് ഇളക്കി കൊടുത്തിട്ട് നമ്മൾ പൗഡർ ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ ബിരിയാണി മസാല, അതും കൂടി ഇട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കാം. പിന്നെ 1 കപ്പ് ബാസ്മതി റൈസിന് 1.5 കപ്പ് വെള്ളമാണ്. നമ്മൾ ആദ്യം തന്നെ ഒരു ഹാഫ് കപ്പ് വെള്ളം മട്ടൺ വേവിക്കാൻ വേണ്ടി നമ്മൾ ഇടുന്നുണ്ട്. കുക്കറിൽ ഞാൻ ആദ്യം 4 വിസിൽ വെച്ചു, പക്ഷേ ആയില്ല. 2 വിസിൽ കൂടി വെക്കേണ്ടി വന്നു. നിങ്ങളുടെ മട്ടൻ്റെ ക്വാളിറ്റി അനുസരിച്ചായിരിക്കും മട്ടൺ വേണത്. പിന്നെ ഒന്നും കൂടി സീസൺ ചെക്ക് ചെയ്യണം. ഇപ്പോൾ നമുക്ക് ബാക്കിയുള്ള 1 കപ്പ് വെള്ളം ഒഴിച്ച് നമ്മൾ ജസ്റ്റ് ഒന്ന് ചൂടാക്കുന്നുണ്ട്. സീസണിങ് ചെക്ക് ചെയ്തോട്ടോ ഞാൻ. പിന്നെ നമ്മൾ സോക്ക് ചെയ്ത് സ്ട്രെയിൻ ചെയ്ത് വെച്ചിരിക്കുന്ന ബാസ്മതി റൈസ് ഇട്ട് 1 വിസിൽ മതി. 1 വിസിലിന് ശേഷം നമുക്കത് ഓഫ് ചെയ്തിട്ട് ബാക്കി ഒരു 15 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ പെടണം. ഇതിൻ്റെ മൊത്തം പ്രഷറും പോയി കഴിയുമ്പോഴത്തേക്ക് ഓട്ടോമാറ്റിക്കായിട്ട് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ അടിപൊളി മട്ടൺ ബിരിയാണി റെഡി. ജസ്റ്റ് നമുക്ക് ടേസ്റ്റ് ചെയ്യാം. അടിപൊളി, എന്തായാലും ട്രൈ ചെയ്യണം കേട്ടോ.